ഐ ജി രാമകൃഷ്ണൻ സ്പീക്കിംഗ്. അങ്കിൾ, ഇത് ഞാനാണ്, സഹദേവൻ. ഹലോ സഹദേവൻ, എന്താ മോനെ രാത്രിയില്? ഏത് സ്റ്റേഷനിൽ? ഇവിടെ വീടിന് അടുത്തുള്ള സ്റ്റേഷനിൽ നിന്നാ. 30,000 രൂപ കൊടുത്താ വിടാമെന്നാ SI പറയുന്നത്. മോനാ ഫോണൊന്ന് SI കൊടുക്ക. ആ സർ, അങ്കിളിന് സാറിനോട് സംസാരിക്കണമെന്ന്. അങ്കിൾ എങ്ങനെ, കാശുള്ള പാർട്ടിയാണോ? കടം പറയുമോ? യെസ്, SI സ്പീക്കിംഗ്. സോറി സർ. യെസ് സർ. സർ, ഗുഡ് ഈവനിങ് സർ. സോറി സർ. ഒരു സ്ത്രീയാണോ? ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നിട്ട് പണത്തിന് വേണ്ടി മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ പോലും മടിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയാം. അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും അവർ ചെയ്യില്ല. അമ്മയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഭർത്താവിന് വേണം. പൊന്നും പണത്തിനേക്കാളും ഞങ്ങൾക്ക് വലുത് അവരാണ്. നിങ്ങൾ വാ. എന്റെ മക്കളെ നിങ്ങളെ പോലീസുകാർ വിട്ടോടാ. അവര് നിങ്ങളെ ഉപദ്രവിച്ചോ? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളൊരു അമ്മയല്ല. പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ കെഞ്ചിയപ്പോ ഈ സ്നേഹമൊക്കെ എവിടെ പോയി? എന്റെ മക്കളെ നിങ്ങളെ അവിടെ വിട്ടേച്ചു പോരാൻ അമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല. എല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ കാണിച്ച സ്നേഹം വെറും കളവാ. നിങ്ങൾ മക്കളെയല്ല സ്നേഹിച്ചത്, മക്കളുടെ പണത്തെയാ. മക്കളെക്കാൾ വലുതാണ് 30,000 രൂപ. ശ്രമിച്ചപ്പോഴും അത് വിശ്വസിക്കാതിരുന്നതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. ഇപ്പൊ എല്ലാം ബോധ്യായി. അന്ന് ആ പാവം പെണ്ണെ തല്ലിക്കൊന്ന് കുഴിച്ചുകൂടാൻ തന്നെയാ ശ്രമിച്ചത്. അമ്മയാണ് കൂട്ടുവന്നു. മോനെ, നിങ്ങളുടെ അമ്മയോ? ഞാനൊരു പെണ്ണിനെ പ്രസവിച്ചില്ലേനോ? ഒരു പെണ്ണിനെ തല്ലിക്കൊല്ലുന്നത് കാണാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിയോ? എന്റെ മക്കളാണ് സത്യം. ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുസരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ പണ്ടേ എനിക്കുണ്ടാകുമായിരുന്നു. അന്ന് പൊന്നും പണവും കൊണ്ട് മായ ഒളിച്ചോടിയെന്ന് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോ ഞാനും അത് വിശ്വസിച്ചു. അത് അങ്ങേരെ തന്നെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് കണ്ടുപിടിച്ചിട്ടും ഞാനത് ഭാവിച്ചില്ല. മക്കളെ ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. നേരത്തെ ദേഷ്യത്തിന് നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര വലിയ പാറയൊന്നുമല്ലേ അമ്മ. മായ ഇപ്പൊ എവിടെയുള്ളത്? പാവം, അവളെ എത്രയും വേഗം കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങളുടെ അച്ഛൻ ആരും അറിയാതെ ജയദേവന് വരെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഈശ്വര, വേറൊരു കല്യാണം? അത് അച്ഛനും മോനും മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. ഒന്നേ 300 എണ്ണമുണ്ട്. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. നിൽക്കവിടെ. ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിച്ച പോരെ നിനക്ക്? ഈ കല്യാണം നടക്കില്ല. നടക്കില്ലേ? അത് പറയാ നീ ആരാടാ? കല്യാണം തീരുമാനിച്ചത് ഞാനാ. ആ തീരുമാനം മാറ്റണം എന്നാ പറഞ്ഞത്. എന്നിട്ട് കോട്ടപ്പുറത്ത് ഭരതപ്പിള്ള ഇവിടെ കോട്ടുമായിട്ടോണ്ടിരിക്കണോ? അന്ന് കോട്ടപ്പുറത്ത് നിറവാറിന്റെ ഉച്ചയിൽ വെള്ളക്കാക്ക മറന്നു പറക്കും. ആ, പറക്കണോ പറപ്പിക്കണോ ഇനി ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത്രയും കാലം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇവിടെ ജീവിച്ചു. ഇനിയും ഞങ്ങളെ വിടിയലാക്കാന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ആ പാവപ്പെട്ട പെണ്ണിനെ എന്താണ് ചെയ്തത് ഞങ്ങൾക്കറിയാം. ഈ വീട്ടിൽ കഴിയേണ്ട പെണ്ണാണ് അവൾ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. എടാ മക്കളെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്നും ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നെഞ്ചു വിരിക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. അച്ചുവാക്ക് കേട്ട് നിങ്ങളിക്കണ്ട. ഇത് ഇവന്റെ സ്വന്തം കാര്യമാണ്. ഇത് തലയിടാൻ നിങ്ങൾക്കാർക്കും ഒരവകാശവുമില്ല. ഉണ്ട്. ഇതൊരു കൂട്ടുകുടുംബമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഞങ്ങൾക്കുണ്ട്. സഹദേവനാ പറയുന്നേ, ഈ വിവാഹം നടക്കില്ല. മോനെ ജയദേവ, അമ്മ പറയുന്നത് മോൻ കേൾക്കണം. നിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് നീ എടുത്തു ചാടരുത്. മായ നിന്റെ ഭാര്യയാ. മിണ്ടാൻ പോലും കഴിയാത്ത ആ പാവത്തിന്റെ ശാപം നീ ഏറ്റുവാങ്ങരുത് മോനെ. എനിക്കാരുടെ ഉപദേശം വേണ്ട. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. അതിലാരും ഇടപെടുകയും വേണ്ട. അച്ഛനോട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കെട്ടാൻ പറഞ്ഞാൽ ഞാൻ കെട്ടും. നീ കെട്ടണമെന്ന് കാണണല്ലോ. കാണാനൊന്നുമില്ല. മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. എങ്കിലും അയ്യോ എന്താ ഇത്? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങളും തുടങ്ങിയാലോ? പ്രായത്തിന് മുത്താളാണെന്ന വിചാരമെങ്കിലും വേണ്ടേ? പോയേ, ഒന്ന് പോകാൻ. ഇപ്പൊ മനസ്സിലായില്ലേ മക്കൾ എങ്ങനെയുള്ളവരാണെന്ന്? അച്ഛൻ എന്താ പറഞ്ഞത്? പെടക്കോഴി കൂവിയാൽ നേരം വെളുക്കില്ല എന്ന്. ശരിയാണ്. പക്ഷെ പെടക്കോഴി വിചാരിച്ചാൽ പൂവൻകോഴിയെ കൊണ്ട് കൂവിക്കാനും പറ്റും, നേരം വെളുപ്പിക്കാനും പറ്റും.
ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങളെ അപമാനിച്ച് പകരം വീട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ ഈ പെണ്ണിനെയും കൂടി അങ്ങ് പറഞ്ഞയച്ച സ്വസ്ഥായി. തിരക്കിയപ്പോ നല്ല കുടുംബക്കാര്, നല്ല വിദ്യാഭ്യാസവും ചെക്കനുണ്ട്. ഒളിവും മറവും ഇല്ലാതെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതമാ പിള്ളേടേത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. വന്നല്ലോ. നമസ്കാരം. പിള്ളേരുടെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഒരു കല്യാണം നടത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലരെ കാര്യമാണോ? എന്തെല്ലാം പ്രശ്നങ്ങളാ. അതെ അതെ, ഒന്ന് തീർന്നു കിട്ടിയാലേ സമാധാനമുള്ളൂ ഞങ്ങൾക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെങ്കിലും മൂക്കിന് താഴെ കല്യാണം നടക്കുമ്പോ ചെറുക്കന്റെ വീട്ടുകാര് പെണ്ണിന്റെ വീട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ ഒക്കുവോ? അതുകൊണ്ട് വന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതല്ലേ അതിന്റെ ഒരു മര്യാദ. സന്തോഷായി. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. ആർക്കാണ് അവിടെ കല്യാണം നടക്കുന്നത്? ചുണയുള്ളവന്മാർ ഇറങ്ങി വേടാ. ഈ മഹാദേവന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ലടാ പുള്ളേ. എല്ലാത്തിനെയും ഞാൻ അരിഞ്ഞു കളയും. ഇതാണോ കല്യാണം? കെട്ടുക കൊല്ലുക, കൊല്ലുക കെട്ടുക. ഇതെന്താ പിള്ളേരെ കളിയാണ്? ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടേ? എന്താ ഇത്? ആരാ ഇയാള്? പേടിക്കാനൊന്നുമില്ല, ഇത് നമ്മുടെ ആളാ. ഓഹോ, അപ്പൊ മനഃപൂർവ്വം ഞങ്ങളെ അപമാനിക്കാൻ വന്നതാണല്ലേ? ആണെന്നേരെ എന്താണോ ഇത്? ഇതാണോ കുടുംബമഹിമയുള്ളവരാണ് താൻ പറഞ്ഞത്? എന്താ പിള്ള ഇത്? മറ്റൊന്നും തോന്നരുത്. ഇവനാ എന്റെ മൂത്ത മകൻ. ആ തലയ്ക്ക് സുഖമില്ലാത്ത അതെ. ഭ്രാന്താണെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടൂടെ? കണ്ടോ ഇപ്പൊ എന്തായി? അനിയന്റെ കല്യാണമല്ലേ, ചേട്ടൻ ഉണ്ടാവണമെന്ന് പറഞ്ഞ് തുറന്നു വിട്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? പിടിച്ചോ അവനെ ഏറ്റുകുത്തിയിട്ടാ മതി. എന്നെത്താനെ പൊക്കോളും. എന്താ ഞാനും ഇവിടെ നിൽക്കുന്നില്ല. അലോഹ്യൊന്നും തോന്നരുത്. ഒരബദ്ധം പറ്റിപ്പോയതാ. സാരമില്ല, സുഖമില്ലാതെ പയ്യനല്ലേ. ശരി മച്ചമ്പി, പോവാം. ചെറുക്കമ്മിറ്റിന്ന് ആരോ വന്നിട്ടുണ്ട്, നാണുവേട്ടനെ കാണണമെന്ന്. അതാരാ ഈ നേരത്ത്? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ സഹദേവൻ, ഉം. ജയദേവന്റെ ജ്യേഷ്ഠനാ. മറ്റും തോന്നരുത്. അങ്ങയുടെ മകളുടെ നന്മയ്ക്ക് വേണ്ടി പറയാ. ദയവായി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. പിന്മാറാനോ? നിങ്ങൾ എന്തായി പറയണേ? അമ്മാവാ, ജയദേവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ. അതിലൊരു കുഞ്ഞുണ്ട്. ഓഹോ, ഇത്രേ ഉള്ളൂ. മറ്റേതോ വലിയ കാര്യം പറയാനാണെന്നാ ഞാൻ കരുതിയത്. എല്ലാ കാര്യം പിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ ഒന്നും അറിയില്ല. സ്വന്തം ഭാര്യയെ കൊല്ലാൻ പോയി ശ്രമിച്ചത് അവൻ. അത് കൊള്ളാം. 1000 നുണ പറഞ്ഞു ഒരു കല്യാണം നടത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ലാത്ത നുണ പറഞ്ഞ ഒരു വിവാഹം മുടക്കുന്നത് ശരിയാണോ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഇത്തിരി തിരക്കുണ്ട്. ഇവിടെ അച്ഛൻ കടത്തി വെട്ടിയല്ലോ. നമ്മൾ മനസ്സിൽ കണ്ടപ്പോ അങ്ങേര് മാനത്ത് കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, ഈ തെമ്മാടിക്കുട്ടന്റെ അവസാന ഉത്സവരാത്രിയും കഴിയുന്നു. നാളെ മുതൽ ജയദേവൻ വിൽ ബി എ ജെം ഓഫ് എ മാൻ. ചെയ്ത് കൂട്ടിയ എല്ലാ തെമ്മാടിത്തനങ്ങൾക്കും വിട. ചിറ്റപ്പനൊരു ഫോണുണ്ട്. ഹലോ. പുതുമണവാളനെ ഉറങ്ങിയില്ലേ ഇതുവരെ? ഹായ് സുന്ദരി. എന്താ സുന്ദരി അതെ രാത്രിയില്? ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ. കോയമ്പത്തൂരിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. സോറി സുന്ദരി, ഞാനിപ്പോ ഫുൾ ഫിറ്റാ. ഇന്നിനി ഒന്നും നടക്കില്ല. അയ്യോ, ഇന്ന് വന്നില്ലെങ്കിൽ രക്ഷയില്ല. നാളെ 10 മണിക്കുള്ള ഫ്ലൈറ്റില് ഭൂമിക്ക് പോകും. സോറി സുന്ദരി. രാവിലെ ഷാർപ്പ് 8 മണിക്ക് ഞാനങ്ങ് എത്തും. ആദ്യ രാത്രിക്ക് ഒരു ഫൈനൽ റിഹേഴ്സൽ. ഓക്കെ ബൈ.